ഹലോ ഗൈസ്, വെൽക്കം ടു പുതിയ വ്ലോഗ്. ഗൈസ്, നമ്മളിന്ന് ജഡായു പാറയിലാണ് വന്നത്. ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറിയാണ്. ഫുള്ള് തിരക്കായിരുന്നു ഇവിടെ, അതുകൊണ്ട് താഴെ വെച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ഗൈസ്, ഞങ്ങൾ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇവിടെ വന്ന് ഇനിയും ടിക്കറ്റ് എടുക്കണം. അതിനുള്ള കേബിൾ കാറിനുള്ള ക്യൂ ആണ് ഇവിടെ നിൽക്കുന്നത്. ഈ ടിക്കറ്റ് കൊണ്ട് എടുത്തിട്ട് വരാം ഗൈസ്. ഗൈസ്, ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ്. ഗൈസ്, എനിക്ക് തോന്നുന്നത് ഫ്ലൈറ്റിൽ പോകുമ്പോഴാണ് ഇരിക്കുന്നത്. കാരണം കുറച്ചു നേരം ക്യൂ നിന്ന് ബോർഡിംഗ് പാസ് എടുക്കാൻ പോലെ ക്യൂ നിന്ന് പിന്നെ അവിടെ നിന്ന് വേറെ അടുത്ത് പോയിരുന്നു. അടുത്ത് ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വിഫ്റ്റ് ഞങ്ങൾ പോകുന്നത്. സ്വിഫ്റ്റ് ഞങ്ങൾ കയറുന്നത്. അതിനാണ് തോന്നുന്നു വെയിറ്റ് ചെയ്യുന്നിരിക്കുന്നത്. സ്വിഫ്റ്റ് കയറാനുള്ള സമയം ആയതുകൊണ്ട് അപ്പോൾ ഇവിടെ ഫോട്ടോ എടുപ്പിച്ചിട്ടൊക്കെയാണ് പോയിരുന്നത്. ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ നമുക്ക് തരാനായിരിക്കും. ഫോട്ടോ എടുക്കുമ്പോൾ റോപ്പ് വേ ബോർഡിങ് റൈഡിങ് ബോർഡിങ് കേബിൾ കാർ വന്ന് വരുന്നു. ഈ കേബിൾ കാറിൽ ഇതുപോലത്തെ കേബിൾ കാറിൽ കയറിയാണ് നമ്മളും പോകണത്. കയറുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമോന്നില്ല എന്ന് പറഞ്ഞു. അത് വീഡിയോ റെസ്ട്രിക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ജസ്റ്റ് ചോദിച്ചിട്ടാണ് എടുക്കണത്. എന്തായാലും ഇനിയിപ്പോൾ നേരെ അതിൽ കയറണം. നമുക്കുള്ള സ്വിഫ്റ്റ് കാർ വരണം. കാണിച്ചു തരാം. ഇതാണ് നമുക്കുള്ളത്. എവിടെ? അതുകൊണ്ട് അവിടെ ഒരു അതിഥി ഇരിപ്പുണ്ട്. കുരങ്ങനും ഇരിപ്പുണ്ട്. സാധനവും വന്നിട്ടുണ്ട്. കറങ്ങി വരുന്നുണ്ട്. നമുക്ക് പോകാനുള്ളത് ചിലപ്പം രണ്ടാമത്തേലോ മൂന്നാമത്തേലോ ആയിരിക്കും ഞാൻ കയറുന്നത്. കാരണം നല്ല ഓൾറെഡി ഇത്രയും ഒരു ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഓരോരുത്തരായിട്ട് കയറാൻ വേണ്ടി അനങ്ങിക്കൊണ്ട് നിൽക്കുക. അല്ലെങ്കിൽ അപ്പുറത്തെ ബാക്കിൽ പറഞ്ഞാലായിരിക്കും ഞങ്ങൾ കയറുന്നത്. അവർ അതിൽ കയറിയിട്ടുണ്ട്. ഒരു സെറ്റ് ആൾക്കാർ അതിൽ കയറുന്നുണ്ട്. അടുത്ത് ഞങ്ങൾക്കുള്ളതാണ് ഗൈസ്. ഞങ്ങൾക്കുള്ള ഞങ്ങൾ രണ്ടാമത്തേലാണ് ഗൈസ്. ഞങ്ങൾ ഷിഫ്റ്റ് കയറി എല്ലാവരും കൊണ്ടുണ്ട് നിരന്നിരിപ്പുണ്ട്. ഇത്രയും ബാക്കിൽ പോകണം. അത് മലയാണ്. സ്പീഡിനാണ് പോകുന്നത്. വെയിലുണ്ട്. ഇവിടുന്ന് കാണാൻ നല്ല വ്യൂ ഉണ്ട്. വലിയ വ്യൂ ആണ്. നല്ല സ്കിഡിലും വ്യൂ ഉണ്ട്. അടുത്ത ആൾക്കാരെ കൊണ്ടുപോകുന്ന വണ്ടി പോകുന്നുണ്ട്. നോക്കിയ എന്ത് കിടിലം വ്യൂ ആണ്. നമ്മളിത് ഫ്ലൈറ്റ് കയറാൻ പോലെയാണ് ഇവിടെ കയറിയിട്ടുള്ളത്. ബോർഡിംഗ് പാസ് ഒക്കെ എടുത്ത് പിന്നെ വെയിറ്റ് ഒക്കെ ചെയ്ത് ഇവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. ഫുള്ളും കാണാം. ചെറുതായിട്ട് പേടിയാവുന്നുണ്ടെങ്കിലും ഇടക്കിടയ്ക്ക് ഒന്ന് സ്റ്റക്ക് ആകുമ്പോൾ പേടിയാവും. നല്ല കിടിലം വ്യൂ ആണ് ഗൈസ്. ഇടയ്ക്കൊന്ന് കുലി. അതിന്റെ എക്സ്പ്രഷൻസ് ആണ് എല്ലാവർക്കും. അടുത്ത ഫാമിലി പോകും. അടുത്ത വണ്ടി ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇറങ്ങിയിട്ട് വരാം. ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഇപ്പം മുകളിലോട്ട് ഇതൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു ദൂരം നിന്ന് കാണുന്ന ഒരു സാധനം നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഗൈസ്. ഉണ്ട് ഈ ഒരു സാധനമാണ്. ഞങ്ങൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താണ് സംഭവം. ഇപ്പോഴാണ് വരാൻ പറ്റിയത്. നേരത്തിനിടയ്ക്ക് ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ വ്യൂ കിടില സാധനമല്ലേ. കിടില സാധനം ഇവിടെ നിന്ന് നോക്കിയ കയറാൻ പറ്റില്ലേ? ഓപ്പൺ ആയിട്ടില്ല. ഇതിനകത്ത് കയറാൻ പറ്റില്ല. അത്ര ഉള്ളൊരു കുഴപ്പമില്ല. പക്ഷെ കുഴപ്പമില്ല. ഇവിടെ നിന്ന് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ കാണുന്നതിനെ കാട്ടി കണ്ടല്ലോ ഇപ്പം നേരിട്ട്. പക്ഷെ ഇതിൻ്റെ പിന്നിലെന്തോ കഥയുണ്ട്. മറ്റേ ഇവിടെ ഇതിങ്ങനെ വരാൻ കാരണം വെച്ചാൽ എന്തോ ഒരു ഐതിഹ്യമുണ്ട്. കറക്റ്റ് എനിക്ക് അറിഞ്ഞുള്ളൂ. സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ എന്തോ ഇതാണ് കറക്റ്റ് അമ്മപ്പെടുത്ത് വെച്ചേക്കാം. അമ്മപ്പയ്ക്കാണെങ്കിൽ കറക്റ്റ് അറിയാം. പറഞ്ഞോ അപ്പോൾ അതിൻ്റെ ഇത് എന്താണെന്ന് പറഞ്ഞത്. അതിൻ്റെ സീതയെ കട്ടോണ്ട് പോയപ്പോ ഭയങ്കര ഒരു യുദ്ധം നടന്നു. അത്
രാവണനും ഈ കഴുകനെന്നറിയപ്പെടുന്ന ഒരു ജടായുവാണത്. ആ ഒരു പക്ഷി, ആ പക്ഷിയായിട്ട് യുദ്ധം നടന്നതിൽ പക്ഷിയുടെ ഒരു ചിറകറ്റ് ഇവിടെ ഈ സ്ഥലത്താണ് ചിറകറ്റ് വീണത്. അപ്പോൾ ആ വീണിട്ടും പിന്നെ മോഷൻ കിട്ടിയില്ല ആ ജടായുവിന്. അതൊരിടത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അതിന് കുറച്ചുകൂടെ ആയുസ് വന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഈ രാമന് സീതയെ കണ്ടെത്താൻ വേണ്ടി ഒരു വഴിയെന്നുള്ളത് ഈ ഒരു പിന്നെ ജടായു എന്ന് പറഞ്ഞാൽ ആ പക്ഷി മാത്രമേ. അപ്പം അതുവരെ ഈ ജടായു ജീവനോടെ ഉണ്ടായിരുന്നു. ശ്രീരാമൻ വന്ന് അവർ രാവണൻ തട്ടിക്കൊണ്ട് ലങ്കയിലോട്ട് പോയെന്നുള്ള പറഞ്ഞത് ഈ ജടായു എന്ന കഴിഞ്ഞാണ്. അതിന് ശേഷമാണ് ഈ സ്ഥലം ജടായു പാറയെന്ന് അറിയപ്പെടുന്നത്. ഇത് പണ്ട് നടന്നൊരു ഐതിഹ്യമാണ്. അതിനുശേഷം ഈ ജടായു എന്ന കഴുകന് മോശപ്രാപ്തി കിട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ഈ കഥയുടെ ഐതിഹ്യം അങ്ങനെയാണ്. ഇത് പണ്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത്. സംഭവം ബസ്സിലൊക്കെ പോകാൻ നേരത്തെ ചെറിയൊരു ഇത് കഴുക അല്ലെങ്കിൽ മറ്റൊരു ജടായു, ആ ഒരു ഇത് മാത്രമല്ലേ അറിയുള്ളൂ. ഇപ്പം ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഞാനും ഇപ്പോഴാണ് അറിയണത്. പക്ഷെ ഓരോരുത്തർ പറഞ്ഞാൽ ഓരോരുത്തർ പോകുമ്പോഴാണ് അറിയണത്. എന്തായാലും നല്ല രസമുണ്ട്. ഇപ്പോഴാണ് കുറേ നാളുകൊണ്ട് ഇങ്ങനെ എന്താണ് വരണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള സമയം കിട്ടിയത്. ഓരോന്നിനും വരാനുള്ള സമയം ഉണ്ടെന്നല്ലേ പറയണത്. ഉച്ചക്ക് വന്ന് നല്ല സൈഡിലും അതിൻ്റെ കാര്യങ്ങളും അറിഞ്ഞ് എല്ലാം അറിഞ്ഞ് എൻ്റെ അവിടെ നല്ല വ്യൂ പോയിൻ്റ് അല്ല, നല്ല ഭംഗിയാണ് കൈസ്. നമുക്ക് ഇവിടെ അവർ നല്ല രീതിക്ക് തന്നെ എല്ലാം ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ടൂറിസ്റ്റ് പോലെ ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടെമ്പിളുണ്ട്, ജടായു രാമ ടെമ്പിൾ ട്രസ്റ്റ്. ഒന്ന് അതിനകത്തൂടെ കയറിയിട്ടൊന്ന് വരാൻ കഴിച്ചു. ഇവിടെ അതിൻ്റെ ഓരോ വിഗ്രഹങ്ങളും എല്ലാം നല്ല എന്നാലും കഴിച്ച് അകത്തോട്ട് കയറിയിട്ട് ഇവിടെ ഇവിടെയാണ് ശ്രീരാമൻ്റെ കാൽപാദം ആയിട്ടുള്ളത്. കണ്ടേ കഴിച്ച് സീത അന്വേഷിച്ച് പോയപ്പം ജടായുവിന് മോക്ഷം കൊടുക്കാൻ വേണ്ടി അങ്ങനെ എന്തോ ഒരു പറയുന്നത്, വെറുതെ അറിയാതെ പറഞ്ഞ് തെറ്റിക്കുന്നില്ല. എൻ്റെ ജടായു മോക്ഷം എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഒറ്റക്കാലിൽ എന്തോ അങ്ങനെയാണ് ഇവിടെ ഇതായത്. കൂടുതൽ പറഞ്ഞ് തെറ്റിക്കുന്നില്ല. അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക. ഇപ്പം അമ്മപ്പയ്ക്ക് അറിയാമെന്നുള്ളത് എൻ്റെ അമ്മ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നല്ല കിടിലും വൈബാണ്, നല്ല കിടിലം വ്യൂ ആയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കുഴങ്ങന്മാർ കിടന്ന് അടി കൊണ്ടതുണ്ട്. കണ്ട എടുത്തിട്ടൊക്കെ അടിച്ചാണ് അവിടെ. എന്തായാലും കഴിച്ച് ഞങ്ങൾ ഇനി ഇവിടുന്ന് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഓരോ ഐതിഹ്യങ്ങളൊക്കെ അടുത്ത് ഇവിടെ അറിയാമെന്നുള്ളവരടുത്തൊക്കെ ചോദിച്ചൊന്ന് നോക്കട്ടെ. ഇറങ്ങാൻ നേരത്തെ അതാണ്ട് ചേച്ചി ഇവിടെ മൊത്തം നിറച്ച് കുരങ്ങന്മാരെയാണ്. അതാണ്ട് എന്താ പറഞ്ഞു അതുകൊണ്ട് പാന് നോക്കണം. ഹലോ ഇതോ പോണു. രുക്കു നീ കൊച്ചു അരി സച്ചു ഇല്ല ഇതില്. രുക്കു അടിയുണ്ട്. രുക്കുവിന്റെ കൂട്ടുകാരായിട്ട് അടിയുണ്ട്. അടിയുണ്ട്. അതുകൊണ്ട് അവിടെ വന്നടി അവിടെ ഭയങ്കര അടിയാണ് ഗൈസ്. അതുകൊണ്ടാ ഇത്ര നേരം അടിയായിരുന്നു, ഇപ്പൊ ഭയങ്കര കൂട്ട്. ഒരു കൈണ്ട് പേങ്കൊല്ലും ഒരു കൈണ്ട് ചോറിയുന്നു. കൊച്ചു കുരങ്ങനാണ് ഭയങ്കര ഇതായിട്ട് വന്നിരിക്കണത്. എന്താ രുക്കുവാണ് ഇതാക്കണത്. അടിക്ക വിളിച്ച് വാന്തി പിടിച്ചൊക്കെ ഇരുന്ന് പാൻ കൊല്ലണല്ലേ. ദോ ഇരുന്ന് ചോറ് വന്ന് കയ്യേക്കാലൊക്കെ അമ്മാവ രൂപ നോക്കുന്നത്. അമ്മാവ നിന്നെ ചെയ്ത പോലെ വിടല്ലേ. വിടല്ലേ
അടുത്ത് പറഞ്ഞ് കൊതിപ്പിക്കാൻ വേണ്ടി വന്നത്. ഇതാണ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ. പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പം നേരത്തെ ഇട്ടതും ഇതും അതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ജടായുപ്പാറയിൽ നിന്നൊക്കെ ഇറങ്ങി അവിടുത്തെ എക്സ്പ്ലോറേഷൻ ഇന്നത്തെ അവിടുത്തെ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞൂടാത്ത ഓരോ കഥകളും ഓരോരുത്തർ പണ്ടുള്ളവരല്ലേ പണ്ടുള്ളവരാണ്. അപ്പോൾ അവർ അമ്മപ്പൊക്കെ പറഞ്ഞു തന്ന് കാര്യമൊക്കെ മനസ്സിലായി. നമ്മൾ പോണ വഴിക്ക് എന്താ തോന്നുന്നത്, ചെറിയൊരു പാറ അല്ലെങ്കിൽ അവിടെ ഒരു ജടായു പാറ അങ്ങനൊരു സാധനമേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കിൽ ഇത്രയ്ക്ക് വലിയ കഥയുണ്ടെന്നെങ്കിൽ ഇപ്പോഴാണ് ഈ അറിയുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് വന്നതിൽ അതറിയാൻ പറ്റി. നമ്മൾ ഇതുവരെ കയറാത്ത സ്വിഫ്റ്റ് കാറിൽ കയറിയിട്ടുണ്ട്. റോപ്പിൽ കൂടെ പോകുന്നു അറിയാമെന്നുള്ളൂ. ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം, എല്ലാത്തവർക്കും ചിലപ്പോൾ അറിയാൻ പറ്റും. ഞാൻ ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ അവിടുത്തെ എക്സ്പ്ലോറേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് വേറെ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കുക. അല്ലെങ്കിൽ സമയം ഇപ്പോൾ എത്രയായി? സമയം ഒരു 6:30 ആയി കഴിച്ചു. അപ്പോൾ ഇനി എവിടെയെങ്കിലും പോകാൻ പറ്റുമെന്ന് അറിഞ്ഞോണ്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോകാം. അല്ലെങ്കിൽ എവിടെ വെച്ച് പറഞ്ഞോ അവിടെ വെച്ച് വരാൻ കഴിച്ചു. അപ്പോൾ ഓക്കെ ബൈ. അങ്ങനെ പറഞ്ഞു കഴിക്കുക. ഞാൻ ഒരു ഐസ്ക്രീം ഷേക്കിന് വാങ്ങിച്ച് ഒരു ഷാർജയും ബാക്കിയുള്ള ടൈമും അതൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ ഈ ബൈറ്റ്സ് ആൻഡ് ബ്രീവ്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് ഐസ് മേടിച്ചത്. ഇത് എവിടെയുള്ള കട ചേച്ചി? എവിടെ കടയിൽ സ്ഥലമെന്ന് പറഞ്ഞു ഇവിടെ. അടുത്ത് എവിടെയെങ്കിലും പോകുമെന്ന് എത്തിയിട്ടുണ്ട്. ജടായുപ്പാറയിലും പോയി പറഞ്ഞ വഴിക്ക് ഐസ്ക്രീം ജ്യൂസ് എല്ലാം കുടിച്ച് ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അപ്പം വന്നിരിക്കുന്ന വെച്ചാൽ നമ്മൾ സുടുസുട ഇഡ്ഡലിയുടെ ഓപ്പോസിറ്റ് ഒരു അന്നപൂർണ്ണ ഹോട്ടലുണ്ട്. വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഞങ്ങൾ മിക്കപ്പോഴും മൊത്തത്തിൽ വീട്ടുകാരുമായിട്ട് എല്ലാം പറഞ്ഞത് അവിടെയാണ്. അതുകൊണ്ട് ഇവിടെയാണ് വന്നത്. ഇനി ഇവിടെ നിന്ന് നല്ല മസാല ദോശ എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകും. കഴിക്കാത്തോട്ട് കേട്ടെ. എനിക്ക് കഴിക്കുന്ന ബസ് വന്നിട്ടുണ്ട് റൈസ്. ഭയങ്കര ചൂട്. അയ്യോ, കടലക്കറി, സലാഡ്, രുപ്പൂനുള്ള തൊപ്പി ദോശ, അമ്മപ്പേക്ക് മസാല ദോശയാണ്. അയ്യോ, രുക്കുവിന്റെ തൊപ്പി ദോശ കിടന്ന്. ഞാൻ എന്റെ ഭട്ടൂരായിരിക്കും. കടലക്കറിയിലും ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിറങ്ങി. നല്ലൊരു വെജിറ്റേറിയൻ ഫുഡായിരുന്നു കഴിച്ചത്. ഞാൻ ഭട്ടൂരയാണ് കഴിച്ചത്. ഭട്ടൂരയിൽ കടലക്കറിയും പിന്നെ സലാഡ് ഉണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് വലിയ ടേസ്റ്റായിരുന്നു കഴിച്ചു. ഇന്നത്തെ വ്ളോഗെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ജടായുപ്പാറ പോയതിൻ്റെ വിശേഷങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നോക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഒന്ന് കുത്തി കൊടുത്തു. ഓക്കെ, ബൈ.